ആഘോഷങ്ങളുടെ ഒരു സമയമാണല്ലോ. ഇപ്പോൾ ഓരോരോ ആഘോഷങ്ങൾ, ഇപ്പോൾ പെരുന്നാൾ വരുമ്പോൾ, ക്രിസ്മസ് വരുമ്പോഴൊക്കെ നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളൊക്കെ വലിയ വലിയ സമ്മാനങ്ങൾ പ്രഖ്യാപിക്കാറുണ്ട്. 2 കോടിയുടെ സമ്മാനമൊക്കെ ഇപ്പൊ ഈ ഓണം ഓഫറിൽ 2 കോടി 3 കോടിയൊക്കെ സമ്മാനം പ്രഖ്യാപിക്കുന്ന സൂപ്പർ മാർക്കറ്റുകളുണ്ട്. അത് നമ്മൾ സാധനം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പക്ഷേ ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടുന്ന ഒരു രീതിയാണ്. അത് ഇസ്ലാമിൽ ഹലാലാണോ? അങ്ങനെ കിട്ടിയാൽ അത് വാങ്ങാൻ പറ്റുമോ? കൊടുക്കുന്ന ചോദ്യം എന്ന് പറയാൻ കാരണം ഇതിൻ്റെ മറുപടി വളരെ വിശദമായിട്ട് പറയാം. ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ പട്ടിക്കാടാണ് ഉള്ളത്. പെരിന്തൽമണ്ണ മൈജിയിൽ പോയിട്ട് സാധനം വാങ്ങിക്കുകയാണ്. അതിൽ പോയിട്ട് ഒരു സാധനം വാങ്ങിച്ചാൽ ഈ സമ്മാനം കിട്ടും. അതേ സാധനം ഇവിടെ ചുങ്കത്തുനിന്ന് പോയി വാങ്ങിക്കാം, സെയിം റേറ്റ്. അപ്പം ഞാൻ ഇവിടുന്ന് ആ സമ്മാനം കിട്ടണം എന്നുള്ള നിലക്ക് അവിടെ പോയി വാങ്ങിക്കുക. അങ്ങനെ എനിക്ക് ആ സമ്മാനം അടിച്ചാൽ അതെന്താണ്? ഭാഗ്യക്കുറിയാണ്. ഇസ്ലാം വിലക്കിയ ഭാഗ്യക്കുറിയിലാണ് അത് പെടുക. കാരണം ഞാൻ സാധനം വാങ്ങാൻ വേണ്ടി പോയതല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ പോകില്ല, അത്ര ദൂരം പോകില്ല, ഇവിടെ തന്നെ വാങ്ങിക്കുക. അതേസമയം നിങ്ങൾ പട്ടാമ്പിയിൽ നിന്ന് വരിക. പട്ടാമ്പിയിൽ നിന്ന് വരുമ്പോൾ നല്ല ഒരു ഷോറൂമൊക്കെ കണ്ടപ്പോൾ അവിടെ കയറി വാങ്ങിച്ചു. അങ്ങനെ വാങ്ങിച്ച് നിങ്ങളിവിടെ ശാന്തപുരത്തെത്തി. അപ്പോഴാണ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഫോൺ വരുന്നത്, നിങ്ങൾക്കൊരു സമ്മാനം അടിച്ചിട്ടുണ്ട് എന്ന്. അത് നിങ്ങൾക്ക് വാങ്ങിക്കാം. കാരണം നിങ്ങളത് ഉദ്ദേശിച്ചിട്ടുമില്ല, അവിടെ പോയപ്പോൾ അത് വാങ്ങിച്ചപ്പോൾ നിങ്ങൾക്ക് അടിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ അത് വാങ്ങിക്കാം. അപ്പോൾ ഒന്ന്, അവിടെ നിങ്ങൾ കാശ് മുടക്കി റിസ്ക് എടുത്തിട്ട് പോവുകയാണ്. പോണേൻ്റെ ഉദ്ദേശം തന്നെ സമ്മാനം കിട്ടണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് എന്താണ്? ഭാഗ്യക്കൂറിയിലാണ് പെടുക. മറ്റേത് അങ്ങനെയല്ല. ഇങ്ങനെയാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ഇനി വലിയ വലിയ ഹൈപ്പർ മാർക്കറ്റും സൂപ്പർ മാർക്കറ്റുകൾക്കും ഒക്കെ ഇത്തരം കോടികൾ വിലമതിക്കുന്ന സമ്മാനങ്ങൾ വെച്ചിട്ട് കസ്റ്റമേഴ്സിനെ ആകർഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഷെയ്ഖ് യൂസുഫ് അൽ ഖറദാവി, ഷെയ്ഖ് ഇബ്നു ബാസി ഇവരെ പോലുള്ള പണ്ഡിതന്മാർക്ക് പറയുന്നത് ഇതൊന്നും പാടില്ല എന്നാണ്. കാരണം ഇതൊക്കെ ജനങ്ങളെ ഇതുപോലുള്ളതിലേക്ക് നയിക്കും. ഒന്ന്. രണ്ടാമത്തത്, ഒരു മുതലാളിത്ത സംസ്കാരത്തിൻ്റെ ഭാഗമായി ചെറുകിട കച്ചവടക്കാരൊക്കെ തകർക്കാനും അവരുടെയൊക്കെ അന്നം മുട്ടിക്കാനും ഇതിലേക്ക് ഇവർ മാത്രം ലാഭം കിട്ടിയാൽ മതി എന്നതിലേക്ക് എത്തിക്കാനും സർവോപരി ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ വാങ്ങിപ്പിക്കാനൊക്കെ ഉള്ള ഒരു പരിപാടിയാണ്. ഇത്തരം ഒരു വലിയ ഇതൊക്കെ എടുത്ത് പോയാൽ ഇത്ര എമൗണ്ടിന് പർച്ചേസ് ചെയ്താലേ ഇത് കിട്ടുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ വാങ്ങിക്കും. ഇങ്ങനെ കുറേ ഘടകങ്ങൾ ഉൾച്ചേർന്നത് കൊണ്ട് അത് ഹറാമുല്ലി ദാത്തിഹി അല്ലെങ്കിലും, അഥവാ സ്വന്തം നിലക്ക് ഹറാം അല്ലെങ്കിലും ഹറാമിലേക്കുള്ള വഴി തുറക്കുന്ന, പല ഹറാമുകൾ ചെയ്യുന്നതിലേക്ക് എത്തിക്കുന്ന, ദോഷകരമായ കാര്യങ്ങളിലേക്ക് എത്തിക്കുന്നത് കൊണ്ട് ഹറാമുല്ലി ഗൈരിഹി, മറ്റുള്ള പരിഗണനകൾ വെച്ചുകൊണ്ട് ഹറാമിലേക്ക് നയിക്കുന്ന വഴികൾ എന്നുള്ള അർത്ഥത്തിൽ പാടില്ല എന്നാണ് ഷെയ്ഖ് ഖറദാവിയെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ അതിനെപ്പറ്റി പറയുന്നത്.